അങ്ങനെ ദേ ഇപ്രാവശ്യത്തെ കരോളും വന്നു കേട്ടാ. അപ്പോൾ ദേ യൂണിറ്റ് വൈസ് ആയതുകൊണ്ട് അമ്മ കരോളിന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടാ. മോൻ അലമ്പുണ്ടാക്കുന്ന വിചാരിച്ചിട്ട് ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ കരോൾ വരുമ്പോൾ ഉണ്ണീശോനെ നമ്മുടെ വീടിൻ്റെ അകത്ത് കയറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൂവൊക്കെ പറിച്ച് വെക്കുന്നു പറഞ്ഞിട്ടാട്ടോ അമ്മ പോയത്. ശരിക്കും എനിക്കിതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഈ പൂവൊക്കെ പറിച്ച് വെക്കൽ. ഈ കല്യാണം കഴിഞ്ഞവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പെരുന്നാളിന് അമ്പ് വരുമ്പോഴാണേലും ഇതേപോലെ ഉണ്ണീശോനെ കൊണ്ട് വരുമ്പോഴാണേലും ഇതുപോലെ പൂവൊക്കെ വെച്ച് നമ്മൾ മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ച് നമ്മൾ അകത്ത് കയറ്റി പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരു പുതുമയുള്ള കാര്യമാണ്. ഇത്രയും നാളായെങ്കിലും എനിക്കതൊരു പുതുമ പോലെ തന്നെയാണ് കേട്ടോ തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ദേ മോന് നമ്മളൊരു തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ടൈറ്റ് ആയി, അവന് ഫസ്റ്റ് ടൈം മേടിച്ച തൊപ്പിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്രാവശ്യം അധികം എന്താ പറയുക ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ചെയ്തില്ല, കുറച്ച് മാത്രമേ ചെയ്തുള്ളൂ. നമുക്കൊരു ഇൻട്രസ്റ്റിങ് കാര്യങ്ങളൊക്കെ വേണ്ടേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു മൂഡൊക്കെ വേണ്ടേ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടായുള്ളൂ. പിന്നെ ഈ പ്രാവശ്യം റീത്ത് നമ്മളൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. എപ്പോഴും റൗണ്ട് അല്ലേ ചെയ്യുക, അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്ത കേട്ടോ. ഒരു വെറൈറ്റിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ ഉണ്ണീശോനെ കൊണ്ടുവന്നു അകത്ത് വെച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, യൂണിറ്റിലെ ഏകദേശം എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു പിള്ളേരെ കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇവനെയും കൂടി കൊണ്ടുപോയാലോ എന്ന് തോന്നി. അപ്പോൾ മറ്റേ കരോള് വന്നിട്ട് പാടണ സമയത്ത് മോൻ അവരുടെ ഇടയിൽ ഇറങ്ങി നിന്ന് ഡാൻസൊക്കെ കളിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവനെയും കൊണ്ട് പോവാം, ഒരു 2-3 വീടുകളിൽ പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അവനും കൂടിയിട്ട് പോയിട്ട് ഒരു 3-4 വീടുകളിൽ പോയി അവിടേക്ക് നിന്ന് കരോളൊക്കെ പാടിയിട്ട് പോന്നു കേട്ടാ. പാത്തിച്ച് തമ്പാച്ചേ